പ്രതിഷേധം ശക്തമായതോടെ പാലക്കാട് ഡിവിഷൻ പൂട്ടില്ലെന്ന റെയിൽവേ. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഇല്ലാതാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുവെന്ന വാർത്ത പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് വിശദീകരണവുമായി റെയിൽവേ രംഗത്തെത്തിയിരിക്കുന്നത്. കോടികളുടെ വരുമാനമുള്ള പാലക്കാട് ഡിവിഷൻ നഷ്ടത്തിലാണെന്ന് പറഞ്ഞ് ഇല്ലാതാക്കാനുള്ള ശ്രമം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ആരംഭിച്ചിരുന്നു. പാലക്കാടിനെ ഇല്ലാതാക്കി കോയമ്പത്തൂർ, മംഗളൂരു ഡിവിഷനുകൾ ആരംഭിക്കാനായിരുന്നു നീക്കമെന്നാണ് സൂചന. എന്നാൽ പാലക്കാട് ഡിവിഷൻ ഇല്ലാതാക്കാനുള്ള നീക്കത്തിനെതിരെ മന്ത്രിമാരായ എം ബി രാജേഷ്, വി അബ്ദുറഹ്മാൻ എന്നിവരും ഡിവൈഎഫ്ഐയും ശക്തമായ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഡിവിഷനെ ഇല്ലാതാക്കരുതെന്നാവശ്യപ്പെട്ട് റെയിൽവേയുടെ ചുമതലയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്തയച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പാലക്കാട് ഡിവിഷൻ പൂട്ടില്ലെന്ന് റെയിൽവേയുടെ അറിയിപ്പ് വന്നിരിക്കുന്നത്. പാലക്കാട് ഡിവിഷനുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നിട്ടില്ലെന്നാണ് ഡിവിഷൻ മാനേജർ അരുൺകുമാർ ചതുർവേദി കുറിപ്പിലൂടെ അറിയിച്ചത്. പുതിയ ട്രെയിനുകൾ അനുവദിക്കാതെയും റെയിൽപാതകൾ നവീകരിക്കാതെയും കേരളത്തോട് കേന്ദ്ര സർക്കാരിന്റെ അവഗണന തുടരുകയാണ്. ടിക്കറ്റ് ഉൾപ്പെടെ മറ്റു വരുമാനങ്ങളിലൂടെ 2023-24 സാമ്പത്തിക വർഷം പാലക്കാട് ഡിവിഷൻ നേടിയെടുത്തത് 1691 കോടി രൂപയാണ്. കോടികളുടെ വരുമാനം ഉണ്ടായിട്ടും നഷ്ടത്തിലാണെന്ന വിചിത്രവാദമാണ് കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നത്. പാലക്കാട് ജംഗ്ഷൻ, ഷൊർണൂർ, തിരൂർ, കോഴിക്കോട്, കണ്ണൂർ, മംഗളൂരു ജംഗ്ഷൻ, മംഗളൂരു സെൻട്രൽ എന്നിവയാണ് പാലക്കാട് ഡിവിഷനിലെ പ്രധാന റെയിൽവേ സ്റ്റേഷനുകൾ. പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഇല്ലാതാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമത്തിനെതിരെ സംസ്ഥാനത്തെ UDF എംപിമാരോ കോൺഗ്രസ് നേതാക്കളോ ഒന്നും മിണ്ടിയിട്ടില്ല. ഡിവിഷൻ പൂട്ടില്ലെന്ന് റെയിൽവേയുടെ അറിയിപ്പ് വന്നെങ്കിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പൂട്ടാനുള്ള നീക്കം നടക്കുമെന്നാണ് സൂചന.